അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനികളെ, പരിശുദ്ധ റജബ് ഇന്ന് ചിലപ്പോൾ നമ്മൾ നിന്ന് ഇവിടെ പറഞ്ഞു പോവുകയാണ്. പരിശുദ്ധ ശഅബാൻ മാസം നമ്മളിലേക്ക് കടന്നു വരികയാണ്. റജബ് പിരിഞ്ഞ് ശഅബാൻ ആഗതമാവുകയാണ്. അപ്പോൾ ഈ റജബ് മാസം സലാം പറഞ്ഞു പോകുമ്പോൾ പരിശുദ്ധ ശഅബാൻ മാസമാണ് കടന്നു വരുന്നത്. ശഅബാൻ മാസം അത് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാസമെന്ന് അറിയപ്പെടുന്ന ശഅബാൻ മാസത്തിൽ നാം കൂടുതലായി ചൊല്ലേണ്ട, കൂടുതലായി അധികരിപ്പിക്കേണ്ട ഒരു നന്മ സ്വലാത്ത് ധാരാളം ചൊല്ലുക എന്നുള്ളതാണ്. ഒരുപാട് മഹത്വമുള്ള ഒരുപാട് സ്വലാത്തുകൾ പഠിച്ച് ജീവിതത്തിൽ പകർത്തുക. ശഅബാനിൽ നിരന്തരം സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ഇനി ശഅബാൻ മാസത്തിൽ ചെയ്യാനുള്ളത്. മുത്തായ തങ്ങളെ സ്നേഹിക്കുന്ന നാം ഓരോരുത്തരും പരിശുദ്ധ ശഅബാൻ എൻ്റെ ഹബീബായ തങ്ങളുടെ മാസമാണ്. ആ തങ്ങളുടെ, എൻ്റെ മുത്തായ തങ്ങളുടെ മാസത്തിൽ തങ്ങളെ സന്തോഷിപ്പിക്കാൻ എനിക്ക് കഴിയുന്ന ഒരു കർമ്മം അത് സ്വലാത്ത് ധാരാളം ചൊല്ലുക എന്നുള്ളതാണ്. അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധ ശഅബാൻ മാസം അത് സ്വലാത്ത് ചൊല്ലാനുള്ള നിർദ്ദേശം പരിശുദ്ധ ഖുർആനിൽ മുഅ്മിനീങ്ങളോട് സ്വലാത്ത് ചൊല്ലാനുള്ള നിർദ്ദേശം ഇറങ്ങിയ ഒരു മാസമാണ് ശഅബാൻ മാസം. ഇന്നല്ലാഹ വമലായികതഹു യസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഓ സത്യവിശ്വാസികളെ, ഞാനും എൻ്റെ മലക്കുകളും മുത്തായ തങ്ങളുടെ മേൽ സ്വലാത്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളും സ്വലാത്ത് ചൊല്ലുക എന്നുള്ള നിർദ്ദേശം ഇറങ്ങിയ ഈ ആയത്ത് ഇറങ്ങിയ ഒരു മാസമാണ് പരിശുദ്ധ ശഅബാൻ മാസം. ആ ശഅബാൻ മാസത്തിൽ നമുക്ക് ധാരാളം സ്വലാത്ത് ചൊല്ലാൻ കഴിയണം. ഇന്ന് ചിലപ്പോൾ ശഅബാൻ ഒന്നായാൽ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ശഅബാൻ ഒന്ന് നഷ്ടപ്പെടുത്താൻ പാടില്ല. കാരണം നമ്മുടെ ദുആകൾക്ക് ഇജാബത്ത് ലഭിക്കുന്ന രാവാണ് ആദ്യ രാവെന്നുള്ളത്. ആ രാവിൽ നഷ്ടപ്പെടുത്തിയാൽ പിന്നെ അടുത്ത ശഅബാൻ നമുക്ക് ലഭിക്കുമോ, അടുത്ത ശഅബാൻ നമ്മുടെ ആയുസ് നീണ്ടു കിട്ടുമോ എന്ന് പറയാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഉള്ള ദിനങ്ങൾ, ഇനിയുള്ള ഓരോ മഹത്വമുള്ള ഓരോ നാളുകൾ മുതലെടുക്കുക. അല്ലാഹു തആല നമുക്ക് ഭാഗ്യം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനികളെ, മാസപ്പിറവി കണ്ടു എന്നറിഞ്ഞാൽ ആ സമയം മുത്തായ തങ്ങൾ അവിടുന്ന് ചൊല്ലിയിരുന്ന ഒരു ദിക്റാണ്, ഒരു പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ വസ്സലാമത്തി വൽ ഇസ്ലാം റബ്ബി വറബ്ബുക്കല്ലാഹ് ഹിലാലു റുഷ്ദിൻ വഖൈർ. ഈ ഒരു പ്രാർത്ഥന എല്ലാവരും ചൊല്ലണം. അതിനുശേഷം പരിശുദ്ധ തബാറക സൂറത്തുൽ മുൽക്ക് ഒരു തവണ പാരായണം ചെയ്യണം. അതിനുശേഷം സൂറത്ത് ദുഖാനിലെ ആദ്യത്തെ 8 ആയത്തുകൾ, സൂറത്ത് ദുഖാനിലെ ആദ്യത്തെ 8 ആയത്തുകൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ടാകും. ഈ 8 ആയത്തുകൾ നിങ്ങൾ 15 തവണ വീതം പാരായണം ചെയ്യണം. ഈ 8 ആയത്തുകൾ 15 തവണ വീതം പാരായണം ചെയ്യണം. പിന്നെ കുറച്ച് ദിക്റുകൾ ചൊല്ലി, പിന്നെ ഹബീബായ തങ്ങളെ അവിടത്തെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലുക. ചുരുങ്ങിയതൊരു 111 സ്വലാത്ത് ചൊല്ലി നിങ്ങളുടെ ഇരുകരം അല്ലാഹുവിലേക്ക് നീട്ടി നോക്കുക. നിങ്ങൾ ചോദിക്കുന്നത് റബ്ബ് തന്നിരിക്കും. നിങ്ങൾ അല്ലാഹുവിനോട് എന്താണോ ആവശ്യപ്പെടുന്നത് അത് അല്ലാഹു തആല തന്നിരിക്കും. കാരണം അത്രയും മഹത്വമുള്ള ഒരു രാവാണ് പരിശുദ്ധ ശഅബാൻ മാസം. ശഅബാനിലെ ആദ്യത്തെ ആ രാവെന്നുള്ളത് പരിശുദ്ധ ശഅബാൻ മാസത്തിലാണ് നമ്മുടെ അഅമാലുകൾ, നമ്മുടെ ഒരു വർഷത്തിലെ എല്ലാ അമലുകൾ ഉയർത്തപ്പെടുന്നത്, അല്ലാഹുവിലേക്ക് പ്രദർശിപ്പിക്കപ്പെടുന്നത്. തുർഫഉൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ, അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന ഒരു മാസമാണ് ശഅബാൻ മാസം. അതുകൊണ്ട് എല്ലാവരും ശഅബാൻ മാസത്തിൽ നിരന്തരം ദിക്റുകളും സ്വലാത്തുകളും ചൊല്ലിക്കൊണ്ടേയിരിക്കുക. പ്രത്യേകിച്ച് സ്വലാത്തുകൾ ധാരാളം ചൊല്ലുക. പരിശുദ്ധ ശഅബാൻ മാസം തീരുമ്പോൾ ഇത്ര അദദിൽ ഞാൻ സ്വലാത്ത് ചൊല്ലുമെന്നുള്ള
ഒരു തീരുമാനം ഞാനും നിങ്ങളും എടുത്തിരിക്കണം. അല്ലാഹു തആല നമുക്ക് ബറക്കത്ത് ചെയ്യട്ടെ. പരിശുദ്ധ ശഅബാൻ മാസം തീരുന്നതിന് മുമ്പായി എൻ്റെ ഹബീബായ തങ്ങളുടെ പൂമുഖം എനിക്ക് ഉറക്കിൽ ഒരു തവണയെങ്കിലും കാണണമെന്നുള്ള ആ ഒരു തീരുമാനത്തിൽ എല്ലാ തെറ്റിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിന്ന് സ്വലാത്തുകൾ ചൊല്ലാൻ ശ്രമിക്കണം. അല്ലാഹു തആല നമുക്ക് ഭാഗ്യം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.